അതിശക്തമായ മഴയാണ് തുടരുന്നത്. തീർത്തും ആശങ്കാജനകമായ റിപ്പോർട്ടുകളാണ് നമ്മെ തേടിയെത്തിയത്. 5 ജീവനുകളാണ് ഈ കാലവർഷക്കെടുതിയിൽ ഇതിനോടകം പൊലിഞ്ഞിരിക്കുന്നത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ 4 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. കോട്ടയം ഈരാറ്റുപേട്ട പയ്യാനിത്തോട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് തകർന്ന് മരിച്ചവരിൽ ഒരു അമ്മയും മകനും ഉൾപ്പെടുന്നു എന്നുള്ള ദാരുണമായ വാർത്ത കൂടി നമ്മെ തേടിയെത്തി. അതുപോലെ തന്നെ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇതിനോടകം ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും സംഭവിച്ചിരിക്കുന്നത്. ഇനി പത്തനംതിട്ടയിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ഈ മഴ ബാധിച്ച ഒരു ജില്ലയായി പത്തനംതിട്ട മാറിയിട്ടുണ്ട്. അതായത് റാന്നി നഗരം പൂർണ്ണമായും വെള്ളത്തിനടിയിലായ അവസ്ഥയിലാണ്. പമ്പയും മണിമലയാറും മീനച്ചിലാറും എല്ലാ നദികളും കര കവിഞ്ഞൊഴുകുകയാണ്. ഇനി കോഴിക്കോട്ടേക്ക് പോയാൽ അവിടെ കൂടരഞ്ഞി ഉറുമിപ്പുഴയിൽ അവിടെ മലവെള്ളപ്പാച്ചിലും ഈങ്ങാപ്പുഴയിൽ വെള്ളപ്പൊക്കവുമുണ്ട് എന്നുള്ള വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ മഴ മുന്നറിയിപ്പിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ 9 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലേർട്ട് ഉള്ളത്. മുൻപുണ്ടായിരുന്നതിനേക്കാൾ തൃശ്ശൂർ കൂടി ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ആറന്മുളയിലേക്ക് വന്നാൽ അവിടുത്തെ സാഹചര്യവും അതീവ രൂക്ഷമാണ്. എന്തായാലും വിവരങ്ങളുമായി മനോജാണ് ചേരുന്നത്. മനോജ്, അല്പം മുൻപ് വരെ ആറന്മുളയിലെ എത്രത്തോളം രൂക്ഷമായ സ്ഥിതിഗതികളാണ് എന്നുള്ളത് മനോജ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ്. അതായത് ആ ടൗണിൽ കുത്തിയൊലിച്ചു വരുന്ന വെള്ളം, അതിലൂടെ നടന്നു പോകുന്ന ആളുകൾ, എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തനങ്ങളും മറ്റും പുരോഗമിക്കുന്നത് മനോജ്? വെള്ളം ഒഴുകിയെത്തുന്നത് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതേ ശക്തിയിൽ, അതിൽ കൂടുതൽ ശക്തിയിൽ എത്തുകയാണ്. മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് മഴ വീണ്ടും തുടരുന്നു. നേരത്തെ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മഴ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടുതൽ വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. ഇതിപ്പോൾ ആറന്മുള ജംഗ്ഷനാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാ റോഡുകളിലേക്കും വെള്ളം ഇങ്ങനെ ശക്തമായി കുത്തിയൊലിച്ച് വരുന്നുണ്ട്. ഈ കുത്തിയൊലിച്ച് വരുന്ന വെള്ളം ചില വീടുകളിലേക്ക് കയറുന്നു. അതോടൊപ്പം തന്നെ ഈ റോഡിലിരിക്കുന്ന കടകളിലേക്ക് കയറുന്നു. ആളുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല. അതായത് വാഹനം ഓടിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതായത് അതേസമയം തന്നെ ഈ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ഒന്നും പുറത്തിറങ്ങി വരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുകയാണ്. ചെറുതോണികളും അതോടൊപ്പം ആളുകളൊക്കെ ചേർന്ന് ചില ലോറികളൊക്കെ കൊണ്ടുവന്നാണ് ഇവിടെ നിന്ന് ആളുകളെ ചിലയിടങ്ങളിലേക്ക് മാറ്റിയത്. ഇപ്പോൾ വെള്ളത്തിന്റെ ആ ഒരു ശക്തി നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഓരോ ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന ജലം എന്ന് പറയുന്നത് ഈ 3 റോഡുകൾ വന്നു ചേരുന്ന ഒരു ജംഗ്ഷൻ. ഈ ജംഗ്ഷനിലേക്ക് 3 റോഡിലും വെള്ളം കുത്തിയൊലിച്ച് വരുമ്പോൾ അത് വലിയ തരത്തിൽ ആശങ്ക പടർത്തുന്നത് തന്നെയാണ്. കാരണം ഈ വെള്ളമെല്ലാം ചെന്ന് പോകുന്നത് എയർപോർട്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ട ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലവും നികന്നു കഴിഞ്ഞാൽ, അതായത് ആ സ്ഥലവും വെള്ളം കയറി നികന്നു കഴിഞ്ഞാൽ ഈ റോഡിൽ മുഴുവൻ വീണ്ടും വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. എന്തായാലും ഇതിന് സമീപത്ത്, ആ ക്ഷേത്രത്തിന് സമീപത്തൊക്കെ ചില വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ഒഴുകിയെത്തുന്ന വെള്ളം തന്നെയാണ്. ഈ ഒഴുക്കിനെ അതിജീവിച്ച് വേണം അങ്ങോട്ടേക്ക് എത്താൻ. അത് ചില വാഹനങ്ങൾ വഴിയും അല്ലാതെ നടന്നു പോകുന്നവരൊക്കെ ഉണ്ട്. എങ്കിൽ പോലും വലിയ തരത്തിലുള്ള ആശങ്ക പടർത്തുന്നത് തന്നെയാണ് ഈ ദൃശ്യങ്ങളൊക്കെയും. ഈ ഭാഗത്തേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത്, ഇത് ചില സമയത്തൊക്കെ വെള്ളം എത്താറുണ്ടെങ്കിലും ഇത്രയധികം രൂക്ഷമായത് ഇത്തവണയാണ്. 2018 ഒരു സമാനമായ സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ കടക്കുന്നത് എന്നത് കൂടെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ അക്കാര്യമാണ് പങ്കുവയ്ക്കുന്നത്. ആദ്യമൊക്കെ ഇങ്ങനെയായിരുന്നു, പിന്നീടാണ് ഈ കടകളിലേക്ക് അടക്കം വെള്ളം കയറിയത്. പിന്നീട് കൂടുതൽ വീടുകളിലേക്കും വെള്ളം കയറുകയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്നും, അതായത് ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ ഭാഗത്തേക്കാണ് ഒരു വെയിറ്റിംഗ് ഷെഡാണ് അവിടെ ഉള്ളത്. ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗത്തേക്കാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഈ റോഡിൽ നിന്നും ഒഴുകി പോകുന്നത് അങ്ങോട്ടേക്കാണ്. പക്ഷേ ഈ റോഡിൻ്റെ മുഴുവൻ സ്ഥലവും ഈ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഇവിടേക്ക് ആളുകൾക്ക് ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടുതൽ ചെറുപ്പക്കാർ ഇങ്ങോട്ടേക്ക് എത്തി ആളുകളെ മാറ്റുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതേസമയം തന്നെ ഈ ഫയർഫോഴ്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സംവിധാനമൊന്നും ഈ ഭാഗത്തേക്ക് നമ്മൾ കാണുന്നില്ല. ആളുകൾ തന്നെയാണ് ഇവിടെ മറ്റുള്ളവരെയൊക്കെ സ്ഥലത്ത് നിന്നും, ആ വീടുകളിൽ നിന്നൊക്കെ മാറ്റി കൊണ്ടുപോകുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മറ്റു ഭാഗങ്ങളിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചില പ്രാദേശിക ഭാഗങ്ങളിൽ, അതായത് ചില പ്രദേശങ്ങളിലടക്കം
ഈ വെള്ളം കയറി വീടുകൾ കയറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ചില വീടുകളിൽ നിന്നും അമ്മമാരെയൊക്കെ കൊണ്ടുവരുന്നതാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് ഈ ഒഴുക്കിലൂടെ അമ്മമാരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കുട്ടികളുണ്ട്, എല്ലാവരും വീടുകളിൽ നിന്ന് രക്ഷ തേടി എത്തുന്നതാണ്. അവരെ അടുത്ത സ്ഥലത്തേക്ക് സ്കൂളുകളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ്. എത്രയോ കാലമായി സ്വന്തം വീട്ടിൽ അങ്ങനെ കഴിഞ്ഞു വന്ന ആളുകൾ പെട്ടെന്നൊരു ദിവസം വെള്ളം കയറി അവിടെ നിന്നും സാധനങ്ങളും എടുത്ത് സ്വന്തം മക്കളെയും എടുത്ത് അവിടെ നിന്നും മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ വളരെയധികം സങ്കടാജനകമായിട്ടുള്ള ഒരു ഭയാനകമായിട്ടുള്ള ഒരു കാഴ്ച കൂടെയാണ്. കാരണം ഇത്രയധികം വെള്ളം ഒഴുകിയെത്തുമ്പോൾ സ്വന്തം വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്ന ഓരോരുത്തരെയും നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടേക്ക് എത്തുന്ന ആളുകളെയും കാണാം. അത്യാവശ്യം വന്ന സാധനങ്ങളുമായി പെട്ടെന്ന് പോകുന്ന ആളുകളുണ്ട്. അതേസമയം മറ്റൊരു കാര്യം, ക്ഷേത്രങ്ങളിലേക്ക് എത്തിയവരുമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ചില യുവതികളുണ്ട്, അതോടൊപ്പം തന്നെ അമ്മമാരും ഈ ബാക്കി വന്ന ആളുകളും ഒക്കെ ഒരുമിച്ച് വരികയാണ്. എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് നമുക്കിപ്പോൾ ക്ഷേത്രത്തിലേക്ക് വന്ന ആളുകളാണോ എന്ന് സംശയമുണ്ട്. അവരൊക്കെ തന്നെ അത്തരം വേഷത്തിലൊക്കെയാണ് ഇവിടേക്ക് എത്തുന്നത്. ചില ആളുകളൊക്കെ ഈ ഭാഗത്ത് ഈ റോഡാണ് നേരെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. നമുക്കറിയാം ഈ വള്ളസദ്യയൊക്കെ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നവരുണ്ട്. അവരൊക്കെ ഈ വെള്ളത്തിൽ അങ്ങനെ പെട്ടുപോയവരുണ്ടാവാം. അവരൊക്കെ ഈ ഭാഗത്തേക്ക് എത്തുകയാണ്. ചേട്ടാ, ഇവിടെ ക്ഷേത്രത്തിൽ പോയതാ ക്ഷേത്രത്തിലേക്ക് പോയവരൊക്കെ ആണ്. അവരൊക്കെ ഇവിടെ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് നേരം ഒരുപാട് ദൂരം ഇങ്ങനെ സഞ്ചരിച്ച് വേണം ഇവിടേക്ക് എത്താൻ. നിങ്ങൾ ക്ഷേത്രത്തിൽ വന്നാണോ? എവിടെയാണ്? PSC എക്സാമിന് പോയതാ. പത്തനംതിട്ട ആറന്മുള, ഇവിടെ എരുമക്കാട്. എക്സാം എഴുതിയോ? അതെ, എക്സാം എഴുതിയിട്ട് അതെ. PSC എക്സാം എഴുതിയിട്ട് വരുന്ന ആളുകളാണ് ഇവരൊക്കെ. അവരൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി ഇന്ന് പോയി ഈ പരീക്ഷ എഴുതി തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട്. നേരത്തെ ഇത്തരത്തിലൊരു സംഭവം ഇവിടെ ഉണ്ട്, കഴിഞ്ഞ അവിടെ നിന്ന് വിവരം ലഭിച്ചോ വരുമ്പോ? ഇല്ല, ഇപ്പൊ ഉച്ച കഴിഞ്ഞുള്ള പരീക്ഷകളെല്ലാം മാറ്റി വെച്ചിരിക്കുന്നു വിവരം. രാവിലത്തെ പരീക്ഷ വിളിച്ചു ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ്. രാവിലെ വന്നപ്പോൾ ഇവിടെ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. കാലിന് ഇപ്പൊ വന്നപ്പോൾ ഇത്രയും വെള്ളം, ഒഴുക്ക്, നല്ല ഒഴുക്ക്. എൻ്റെ മോളാണ് പ്രഗ്നൻ്റാ. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അവരൊക്കെ ഈ ഭാഗത്തുകൂടെ നടന്നു വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വളരെയധികം ബുദ്ധിമുട്ടിയാണ് അവർ വീട്ടിലേക്ക് എത്തുന്നത്. ഇനി ഒരുപാട് ദൂരം ഉണ്ടോ? കുറച്ച് ഇതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. എന്തായാലും ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും നടന്നു പോകുന്നത് ബുദ്ധിമുട്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മറ്റ് വാഹനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വന്ന ശേഷമല്ലേ പോകാൻ പറ്റുള്ളൂ. ഇനി തീർച്ചയായും അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള ഒരു പെടാപ്പാടാണ് നമ്മൾ കണ്ടത്. കാരണം ഈ PSC എക്സാം എഴുതിയിട്ട് വരുന്ന ആളുകളാണ് ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിച്ച് പോയി എഴുതുന്ന പരീക്ഷയൊക്കെയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യം അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഇവിടേക്ക് വരുന്ന ആളുകളാണ് ഈ വയസ്സായിട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടുവരികയാണ്. എവിടെ? ക്ഷേത്രത്തിൽ നിന്നാണോ? അമ്പലത്തിൽ വള്ളസദ്യ വഴിപാടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുത്തുകാരാ, എടശ്ശേരിമലക്കാർ തന്നെയാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ വള്ളസദ്യയൊക്കെ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ വളരെ ആശങ്കാജനകമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന് ചുറ്റും അതോടൊപ്പം തന്നെ ഈ റോഡുകളിൽ മുഴുവനും ഇങ്ങനെ വെള്ളം ഒഴുകിയെത്തുന്നതാണ്. ഇവിടെ ഇപ്പോൾ മഴ തുടരുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ ഈ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇത്തരത്തിൽ വെള്ളം ഉയരുമോ എന്നുള്ളതാണ് അവരുടെയൊക്കെ ആശങ്ക. കാരണം ഒരുപാട് പേർ ഈ ഭാഗത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ പലരും ഇങ്ങോട്ടേക്ക് എത്താനാവാതെ നിൽക്കുന്നവരുണ്ട്. അമ്മമാരൊക്കെ ഈ ക്ഷേത്രത്തിൽ പോയ അമ്മമാർ, അതോടൊപ്പം തന്നെ പുറത്ത് ഇവിടെ നിന്നും പത്തനംതിട്ടയിലൊക്കെ പോയ ഒരുപാട് പേർ തിരികെ വീട്ടിലേക്കൊക്കെ എത്താൻ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണുന്നതാണ്. എന്തായാലും ഈ സാഹചര്യം ഇങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ആശങ്ക തുടരുക തന്നെയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 2018 പ്രളയകാലമാണ് അവരുടെയൊക്കെ മനസ്സിൽ വരുന്നത്. കാരണം വീടുകളിലടക്കം വെള്ളം കയറി നാടും വീടും മുഴുവൻ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം, സമാനമായിട്ടുള്ള ഒരു സാഹചര്യം, അത്രയധികം വെള്ളം ഒഴുകിയെത്തുമോ എന്നുള്ള ഒരു പേടി അവരുടെ മനസ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം സാധാരണയായിട്ടുള്ള ഒരു സംഭവമല്ല. നേരത്തെ പറഞ്ഞുവെങ്കിലും ചെറിയ രീതിയിൽ മാത്രം മഴ പെയ്യുമ്പോൾ വെള്ളം എത്തുന്ന ഒരു പ്രദേശത്ത് ഇപ്പോൾ വലിയ രീതിയിൽ വലിയ ഒഴുക്കോടുകൂടി വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. റാന്നിയിലെ സാഹചര്യം നമുക്കറിയാം. റാന്നി നഗരമാകെ തന്നെ
മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്കാണ് ഈ വെള്ളമെല്ലാം ഒഴുകിയെത്തുന്നത്. ഈ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ഈ പമ്പാ നദിയിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം അത് ഈ ഭാഗത്തേക്ക് ഒഴുകി എത്തുമ്പോൾ ഈ എല്ലാ റോഡുകളിലും ഈ ആറന്മുളയുടെ നഗരപ്രദേശങ്ങളിലടക്കം ഇങ്ങനെ വെള്ളം കയറി മുഴുവൻ ഒഴുക്കോടുകൂടി, അതായത് ചില താഴ്ന്ന പ്രദേശങ്ങളിലേക്കാണ് ഈ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകി പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേഗതയും അത്തരത്തിലാകും, ഒഴുക്കും അത്ര കാഠിന്യമുള്ളതാണ്. ഇപ്പോൾ ഇവിടേക്ക് എത്തുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാം ഈ ഒഴുക്കിനെ മുറിച്ച് കടന്നുകൊണ്ട്, ഈ വെള്ളത്തെ മുറിച്ച് കടന്നുകൊണ്ട് ചില സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് എത്തുന്ന ആളുകളാണ്. വള്ളസദ്യയുടെ ഭാഗമായി വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അതോടൊപ്പം തന്നെ പുറത്തു നിന്നും എത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും സ്വന്തം വീടുകളിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു ഒഴുക്കിനെ അതിജീവിച്ചേ മതിയാവൂ. എന്തായാലും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നത് ഇവിടെയുള്ള ചില ചെറുപ്പക്കാരും അതോടൊപ്പം സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ജംഗ്ഷനിൽ നമുക്ക് മറ്റ് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരെ കാണാനില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഈ ക്ഷേത്രത്തിലേക്ക് വന്നവരെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവരിങ്ങനെ ഈ റോഡ് മുറിച്ച് കടക്കുവാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്നത് നമുക്ക് കാണാം. അതോടൊപ്പം ഇനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒഴുക്കിൻ്റെ ഗതി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം അത്രയധികം ശക്തിയോടുകൂടി ഒഴുകിയെത്തുന്ന വെള്ളം ഈ സ്ഥാപനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ചില പ്രദേശങ്ങളിലേക്കും മാത്രം അങ്ങനെ കുത്തിയൊലിച്ച് പോകുമ്പോൾ അവിടെ ആ സമീപത്തുള്ള വീടുകളിലേക്ക് അടക്കം വെള്ളം കയറുന്നു എന്നുള്ളതാണ്. ഈ വള്ളസദ്യയുടെ ഭാഗമായി ഇവിടേക്ക് എത്തിയ ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ വള്ളസദ്യയുടെ ഭാഗമായിട്ട് എത്തിയാണോ? അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ്? ആ ഭാഗത്ത് വള്ളസദ്യയെല്ലാം കഴിഞ്ഞ ആൾക്കാർ പിരിഞ്ഞു തുടങ്ങി. പക്ഷെങ്കിൽ വെള്ളം വല്ലാണ്ടാണ് വരുന്നത്. നദിയിലെല്ലാം വെള്ളം കൂടിയിട്ടുണ്ട്, ഒഴുക്കും കൂടുതലാണ്. വടക്കേ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് വാഹനമുണ്ട്, അവർക്ക് പ്രശ്നമില്ല. പക്ഷേ തെക്കേ ഭാഗത്തോട്ട് വരുന്നവർ ശരിക്കും കുടുങ്ങി, രക്ഷയില്ല. ഒരുപാട് നേരം എടുത്തു ഇങ്ങോട്ട് വരാൻ. അങ്ങോട്ട് പോകാൻ ഇത്രയില്ലായിരുന്നു, അങ്ങോട്ട് പോകാൻ നേരത്ത് ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. അങ്ങോട്ട് പോകാൻ നേരത്ത് പൊത്ത മുങ്ങാൻ വെള്ളം കൊണ്ട് ഒഴുക്കുണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒഴുക്കുമുണ്ട്, വെള്ളം കൂടുകയും ചെയ്തു. വരുന്നേ ഞാൻ കിടങ്ങന്നൂർ. ഒരുപാട് നേരം എടുത്തോ ഇങ്ങോട്ട് വരാൻ? ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ വെള്ളം നല്ലതായിട്ട് തള്ളുക, ആറ്റിൽ നിന്ന് നല്ലതായിട്ട് തള്ളലുണ്ട്. നമുക്ക് നടന്നു വരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിവിടെ തൊട്ടടുത്ത് കാരക്കാടുണ്ട്. ഏറെ ബുദ്ധിമുട്ടാണ്. വെള്ളം കയറുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഉള്ള അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കിടക്കുന്ന എന്തുമാത്രം വെള്ളമുണ്ടോ അതിനേക്കാൾ 10 അടി താഴെയായിരുന്നു. അപ്പോൾ ഇന്നലെ 8 മണിക്ക് ശേഷം കൂടിയ വെള്ളമാണ് ഈ 10 അടി ഹൈറ്റിൽ വെള്ളം കൂടിയേക്കുന്നത്. ഇപ്പം മണിക്കൂറിന് അതായത് മിനിറ്റ് അടവെച്ച് നമ്മളൊരു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഭയാനകമായ ഒരവസ്ഥയാണ്, വളരെ ഭയാനകമാണ്. തീർച്ചയായും വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കും അതോടൊപ്പം തന്നെ ഈ വെള്ളം ഇങ്ങനെ കയറുന്നത് കാരണം വലിയൊരു ആശങ്ക തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. കാരണം കഴിഞ്ഞ ദിവസം വരെ ഇത്ര പ്രശ്നമില്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ദിവസം പെട്ടെന്ന് വെള്ളത്തിൻ്റെ അളവ് കൂടുകയാണ്. ഇവിടേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുന്തോറും ഈ റോഡിലൂടെ ഒന്നും സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാകും. ഈ സ്ഥാപനങ്ങളിലേക്കടക്കം വെള്ളം കയറുമോ എന്നുള്ള ആശങ്കയിലാണ് ഇവിടെയുള്ള ആളുകളൊക്കെ. വീടുകളിലേക്ക്, അതായത് ചില പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. ഈ നദിയുടെ സമീപത്തുകൂടെ ഉള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വള്ളസദ്യയുടെ ഭാഗമായി എത്തിയ കരക്കാരാണ്. വിവിധ കരയുടെ നേതൃത്വത്തിലാണ് ഓരോ ദിവസവും അങ്ങനെ വള്ളസദ്യ നടത്തുന്നത്. അങ്ങനെ എത്തിയ ആളുകളാണ് ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്നും ഇവിടേക്ക് മടങ്ങിപ്പോകാനായി ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? അതെ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെള്ളം കൂടി ഇപ്പോൾ നല്ല ബുദ്ധിമുട്ട്. ക്ഷേത്രത്തിലെത്തുമ്പോൾ ഇങ്ങനെ ഇത്രയ്ക്കും പ്രശ്നമില്ലായിരുന്നു. ഉണ്ടായിരുന്നു വെള്ളം, എങ്കിലും ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇപ്പം ഒരുപാട് കൂടിയിട്ടുണ്ട്. ഈ എവിടെ വണ്ടി എവിടെയുള്ളത്? വണ്ടി ആൽത്തറ ജംഗ്ഷനിൽ അതുവരെ പോകണം.